ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗ്രാഫിക് ഡിസൈൻ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനുള്ളൊരു ടൂളാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. canva.com എന്ന് പറഞ്ഞ ഈ ഒരു ഇത് നമുക്ക് കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം. ഇതിന് കറസ്പോണ്ടിങ് മൊബൈൽ ആപ്ലിക്കേഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇലുസ്ട്രേറ്റർ അങ്ങനത്തെ ടൂളുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന അതേ വർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ തംബ്നെയിൽ, യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമുക്കൊരു ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ നോളജൊന്നും ഇല്ലാതെ തന്നെ ആർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് എന്ത് canva.com എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, പോസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ, യൂട്യൂബ് തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. നമുക്കിവിടുന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഡിസൈൻ എനിത്തിങ് എന്ന് പറയുന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ഡിസൈൻ ചെയ്യാം. നമുക്ക് കണ്ടോ ഒരുപാട് സംഭവം വീഡിയോസ് വേണമെങ്കിൽ ചെയ്യാം. ഇതെന്താ വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വേണ്ട ഫോട്ടോസും കാര്യങ്ങളും കൊടുക്കുക, നമുക്ക് വേണ്ട ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇതിലൊരു 60% എബോ ഒക്കെ ഫ്രീ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പെയ്ഡ് വേർഷനും നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാം. അതൊക്കെ ഫ്രീ ആണ് ഇവിടെ കാണിക്കുന്നത്. പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം, ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഫേസ്ബുക്കിൻ്റെ മുകളിലുള്ള വലിയ ഇമേജസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാം കേട്ടോ. യൂട്യൂബ് തംബ്നെയിൽ ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സിൽ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഫോട്ടോസ് മാറ്റണമെങ്കിൽ മാറ്റാം, ടെക്സ്റ്റ് മാറ്റാം, വേറെ ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് വേറെ ഫോട്ടോസ് ഇവിടെ കൊടുക്കണം കൊടുക്കാം, അങ്ങനെ ഒരുപാട് ഫോണ്ട് മാറ്റാം, കളർ മാറ്റാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത് Canva എന്ന് പറഞ്ഞ ഗ്രാഫിക് ഡിസൈനിങ് ടൂള്. അപ്പോൾ ഇത് നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്തിട്ട് ചെയ്യാം. പുതിയൊരു യൂസർ നെയിം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ സൈൻ അപ്പ് കൊടുക്കുക, നമ്മൾ ഇമെയിൽ ഐ ഡി വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യണം, അങ്ങനെ ചെയ്യാം. നമുക്ക് ഇവിടെ ലോഗിൻ കൊടുത്താൽ നമുക്ക് എന്ത് വെച്ചിട്ടാണോ ലോഗിൻ ചെയ്യേണ്ടത് വെച്ചാൽ അതിവിടെ കൊടുക്കുക. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കും. അവിടെ ഓൾറെഡി ഒരു ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തുകൊണ്ട് നേരിട്ട് അതിലേക്ക് പോയി. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മളെ പഴയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴയത് കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അതിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമുക്കിവിടെ യൂട്യൂബ് തംബ്നെയിൽ, യൂട്യൂബിൽ നിന്ന് അടിച്ചാൽ തന്നെ യൂട്യൂബിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യാം, ഡിസ്പ്ലേ ആഡ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാം, തംബ്നെയിൽ വീഡിയോ ആഡ് ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് എന്ന് കൊടുത്താൽ ഫേസ്ബുക്കിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്താൽ ഇൻസ്റ്റാഗ്രാമിനോട് തമ്മിലുള്ള പോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് Canva എന്ന് പറഞ്ഞ ടൂള്. പിന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, നമ്മളെ ഡിസൈൻസ് സേവ് ചെയ്ത് വെക്കാം. ഡിസൈൻ ഇപ്പോൾ നമുക്കൊരു യൂട്യൂബ് തംബ്നെയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അവിടെ യൂട്യൂബ് തംബ്നെയിൽ കൊടുത്താൽ അതിനോട് ക്രിയേറ്റ് ചെയ്ത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ടൂൾസ്, ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ കാണും കേട്ടോ. ഇതിപ്പോൾ പെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇതിൻ്റെ എമൗണ്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് പെയ്ഡ് വെർഷൻ അല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഇതിപ്പോൾ ഫ്രീ ആണെന്ന് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇവിടെ മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കും.
ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഫോണ്ട് ചെറുതാക്കണമെങ്കിൽ ഇവിടെ ഫോണ്ട് മാറ്റി കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാനുണ്ടോ. സൈസ് നീക്കണമെങ്കിൽ നീക്കാം, നമുക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ മൂവ് ചെയ്യിക്കാം. പുതിയ ഇമേജസ് ഫോട്ടോസ് നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിസൈൻ ചെയ്യാം. പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഉണ്ടോ, കുറേ സ്റ്റൈലുകൾ ഇവിടെ ഉണ്ട്. ഹെഡിങ് കൊടുക്കണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം. ഉണ്ടോ, പിന്നെ ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റത്തിലുള്ള നമ്മൾ വേറെ ലോഗോസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇവിടെ അപ്ലോഡ് മീഡിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ. ഇതിൽ നമ്മൾ ഡിവൈസ് ഒന്ന് സെലക്ട് ചെയ്താൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ മൊബൈലിൽ നിന്നാണെങ്കിൽ മൊബൈലിൽ നിന്ന് നമുക്ക് ഏതാ വേണ്ടിച്ചാൽ നമുക്കത് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്ത് അപ്ലോഡ് കൊടുക്കാം. നമുക്ക് ലോഗോസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇത് സേവ് ചെയ്യണമെങ്കിൽ അവിടെ ഫയലിൽ പോയിട്ട് സേവ് കൊടുത്താൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് കൊടുത്താൽ നേരെ എന്ത് ചെയ്യും, നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഡിസൈൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജാണ്. ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യുക, യൂട്യൂബിൽ തംബ്നെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്, നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ ഫയലിൻ്റെ അകത്ത് നമുക്ക് സേവ് ചെയ്യുക, സേവ് ടു ഫോൾഡർ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഹോമിൽ പോയാൽ തന്നെ ഇതിൽ കുറേ എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യം ഡൗൺലോഡ് കൊടുക്കണമെങ്കിൽ ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി ഇതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പോകും. സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് കൊടുക്കും. പിന്നെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫിൽറ്റർ അഡ്ജസ്റ്റ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൊടുക്കാം, ഇതിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ വെച്ചുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. വീഡിയോസ് കൊടുത്താൽ ഇതൊക്കെ ഫ്രീ ആണല്ലോ, ഇത് പെയ്ഡാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് എത്ര എമൗണ്ട് വെച്ചാൽ നമ്മളത് പേ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ ഒരു പ്രോ വേർഷൻ എന്ത് ചെയ്യാം, നമുക്ക് ക്യാഷ് കൊടുത്ത് ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താങ്ക് ഫോർ സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജ് ചെയ്യാം. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇത് പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും ഇത് പ്ലേ ചെയ്യിക്കാം. ഇമേജ് ക്ലിക്ക് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് ടെംപ്ലേറ്റ് നമ്മൾ ബർത്ത്ഡേ അല്ലെങ്കിൽ
ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള വീഡിയോസ്, അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് കൊടുക്കുന്ന വീഡിയോസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോ നമ്മൾ മാറ്റി കൊടുക്കും. ഇത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് എന്ന് കൊടുത്താൽ ഡൗൺലോഡായിട്ട് വരുന്നതാണ്. സൗണ്ട്, മ്യൂസിക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാം, വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാം, ഇൻവിറ്റേഷൻ ഇത് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പെയ്ഡായിട്ട് ക്യാഷ് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും, എന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. എന്താ വെച്ചാൽ ലിമിറ്റ് ഇല്ലാതെ, എന്താ വെച്ചാൽ നമുക്ക് വേറെ കുറേ ആപ്ലിക്കേഷനിലൊക്കെ ചിലപ്പോൾ ഒരു മാസം 3 ഡിസൈൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെയൊക്കെ ലിമിറ്റുകളുണ്ട്. അല്ലെങ്കിൽ ഫ്രീ വെർഷൻ ഒരു 1 മന്ത് 30 ഡേയ്സ് അങ്ങനെയൊക്കെയുള്ള എന്താണ്, ആ ഒരു ലിമിറ്റൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഗ്രാഫിക് ഡിസൈനും വീഡിയോസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് എന്ത് canva.com എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ്. ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജസാണ്. നമുക്ക് വേറെ ഷോർട്ട് വീഡിയോസ്, ഇവിടെ ആനിമേറ്റഡ് ഇമേജസ്, അങ്ങനെ ജിഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. നമുക്ക് വെറുതെ ഒരു ജസ്റ്റ് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്ത് canva.com. ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ മൊബൈലിലും ഈ ഒരു ഇമെയിൽ ID വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മൊബൈലിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങളൊക്കെ വരുത്താം. ഓക്കെ, താങ്ക് യു.